ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് ഒരു ഹാഫ് കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അതൊന്ന് റെഡി ആയിട്ടുണ്ടാവും. ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3.5 ഉണ്ടാവും. വെള്ളം ചൂടാക്കി കൊടുക്കുന്ന സ്ഥാനത്ത് പാൽ ചൂടാക്കിയിട്ട് കമീർ ഇട്ട് വെച്ച ഈസ്റ്റ് മിക്സാക്കി വെക്കാൻ നന്നായിരിക്കും. അപ്പോൾ ഇത് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ സോൾട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മിക്സാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാം ഉണ്ടാവും. ഓയിൽ അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലിനേക്കാളും നല്ലത് ബട്ടറായിരിക്കും. അതൊന്ന് മെൽട്ടാതെ വരെ കാത്തിക്കാം. കുറച്ച് വെള്ളം ചൂടുണ്ട്. അപ്പോൾ ഇത് മെൽട്ടായി വരും. ഒന്ന് മൂടി വെക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പിനനുസരിച്ച് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സാക്കി വരട്ടെ. കൈ കൊണ്ട് തന്നെ മിക്സാക്കി എടുക്കാം. പിന്നെ ചെറിയ ഇളഞ്ചൂട് വെച്ചാൽ മക്കളൊക്കെ കുടിക്കാൻ പറ്റുന്ന ചൂടുണ്ടല്ലോ, അങ്ങനെയുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ തണുപ്പുള്ള സ്ഥലത്തൊക്കെ പെട്ടെന്ന് കമീറായി കിട്ടും. അപ്പോൾ ഇതൊന്ന് മിക്സാക്കി വരട്ടെ. അപ്പോൾ ഇത് മാവ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പ്ലാസ്റ്റിക് റാപ്പ് ഇട്ടിട്ട് മൂടി വെച്ചിട്ട് 2 മണിക്കൂറെങ്കിലും വെക്കാം. അപ്പോൾ ഇത് മൂടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തണുപ്പുണ്ടെങ്കിൽ 2 മണിക്ക് മുമ്പ് റെഡിയായി കിട്ടണമെങ്കിൽ ഒന്ന് ഓവണിൽ കയറ്റി വെക്കാം. ഓവണിൽ ഓണാക്കിയിട്ടല്ല, ഓവണൊന്ന് ഓഫാക്കാത്ത രീതിയിൽ. അപ്പോൾ ഇതാ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അതൊന്ന് കഷ്ണാക്കി എടുക്കാം. ഒന്ന് ചെറുതായിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ടൊന്ന് കട്ടാക്കി എടുക്കട്ടെ. എന്നിട്ട് ഒരുപോലെ ആക്കിയിട്ട് ബോൾ പിടിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇത് ബോളാക്കി എടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം ബാക്കിയുള്ള നോക്കാം. അപ്പോൾ ഇത് മൂടിയിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ കിടക്കട്ടെ. അതിപ്പോൾ അടുത്തത് തുടങ്ങാമല്ലോ. അടുത്ത സെക്ഷനിൽ പോവാം. കുറച്ച് മൈദ കതറി കൊടുക്കുന്നുണ്ട്. കുറച്ച് തിന്നായിട്ട് ഇരിക്കിടത്തിരക്കുള്ള ഒന്ന് പരത്തിയെടുക്കട്ടെ. അപ്പോൾ ഈ രീതിക്ക് മതിയാവും. അപ്പോൾ ഇതിലേക്ക് ചിക്കൻ മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചേർത്ത് കൊടുക്കുന്നു. വേണമെങ്കിൽ ന്യൂട്രല്ലേ ചീസോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് അമർത്തി കൊടുക്കാം. അമർത്തി കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം കത്തിയിൽ. അപ്പോൾ ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് റെഡിയാക്കി വരട്ടെ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ട്രയൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് അതേപോലെ പരത്തിയെടുത്ത് വരട്ടെ. അപ്പോൾ അതിലേക്ക് നേരത്തെ പോലെ തന്നെ ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ കുറച്ച് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. അത് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് കൊടുക്കുക. എന്നിട്ടിങ്ങനെ ചുരുട്ടി വരട്ടെ. എന്നിട്ട് ഇങ്ങോട്ട് വലിക്കാം. ഇവിടുന്ന് ശരിയാക്കി കൊടുക്കാം. അത് റെഡി ആയിട്ടുണ്ട്. ഇതും കൂടി ട്രയൽ വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇത് ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തൊന്ന് വരട്ടെ. അപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 1 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാം. മുട്ട ഉണ്ടെങ്കിൽ മുട്ടയും തേച്ച് കൊടുക്കാം. ചെറുക്കല്ല. ഇതിപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ. ഒരു മുട്ട വെറുതെ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് തേച്ച് കൊടുത്ത് വരട്ടെ.
അപ്പോൾ ഇതാ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഓവണിൽ വെച്ച് കൊടുക്കട്ടെ. പിന്നെ വലിയ ഓവൺ ആയതിന് ടൈമൊന്നുമില്ല, സമയമാകുമ്പോൾ എടുക്കാം. മൈക്രോ ഓവൺ ഒരു കണക്കൊക്കെ ഉണ്ടാവും. അതൊന്ന് വെച്ച് കൊടുക്കട്ടെ ഓവണിൽ.